നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറെ കാലത്തിന് ശേഷമാണ് പലരും ചോദിക്കുന്നുണ്ട് സ്ഥാപക നേതാവ് ഇവിടെ പോയി എന്നുള്ളത്. നമ്മൾ UK പോയതിനു ശേഷം പിന്നെ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഒരു തിരിച്ചു വന്നിട്ട് ഞാനതിന് 3 ആഴ്ചയോളം UK തിരിച്ചു വന്നിട്ടൊരു എനിക്ക് തോന്നുന്നത് ഒരു 10-12 ദിവസം 10-16-20 ദിവസമായിട്ട് പനി മാറില്ല. കഫം ചുമ ഒരു രക്ഷയില്ല. വർത്തമാനത്തിന്റെ ഇടയിൽ ചുമയാവുമെന്ന് കണ്ടറിയണം. പല ആയുർവേദവും ഹോമിയോയും മറ്റേ ആയുർവേദ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തൊക്കെ അടിച്ച് നമ്മൾ പിടിച്ചു നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്ത ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വൈറൽ അല്ല, എനിക്കത് വന്നിരുന്നല്ലോ. എനിക്ക് ഒരാഴ്ച വന്നിട്ട് അത് കഫത്തിന്റെ പ്രശ്നം മാറില്ല. പനിയൊന്നുമില്ല. കഫ ഇപ്പോഴും ഇപ്പോഴത്തെ വൈറൽ പനിയുടെ സ്വഭാവമാണ്. കഫക്കെട്ടാണത്. അങ്ങനെ തോന്നുന്നു. അപ്പം ഇപ്പൊ ഇന്നലെ നിങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു നമ്മുടെ ഗ്രീഷ്മയുടെ വിഷയം. അതിൽ കുറെ അധികം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ ഗ്രീഷ്മയുടെ കേസ് വളരെ വിചിത്രമായിട്ടാണ് തെളിയിച്ചത്. ശ്രദ്ധിച്ചു കാണും. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞ ഒരു തെളിവുകൾ മാത്രമല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞ. ഇവിടെ നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ഈ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് അല്ലെങ്കിൽ സാഹചര്യ തെളിവ് എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തെളിവ് മാറ്റം ഉണ്ടാവില്ല. ഈ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന സാധനത്തിൽ അധിഷ്ഠിതമായി ഇപ്പം നിയമം മാറി. എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ തെളിവ് നിയമത്തിൽ അധിഷ്ഠിതമായിരിക്കണം കുറ്റകൃത്യങ്ങൾ തെളിവ്. ഇപ്പം ഞാൻ പറഞ്ഞ പലപ്പോഴും പല സംഭവങ്ങളും പറയും, ജനങ്ങൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് പല ബഹളം. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ അരുൺകുമാർ ജാമ്യം കിട്ടി. അരുൺകുമാർ എന്നൊരു ഭീഷണിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും പാഠം പഠിപ്പിക്കാനൊന്നുമില്ല. അരുൺകുമാറിനെതിരെ FIR ഇട്ടു, പോക്സോ കേസ് ചാർജ് ചെയ്തു, അത് ആളുകൾ വാർത്ത കൊടുത്തു. ഇത് കള്ളക്കേസുകൾ എനിക്കെതിരെ എടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഒരു വാർത്ത. ഈ പറയുന്ന അരുൺകുമാറിന്റെ റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം വിനു വിജോണിനെതിരെ ഒരു വലിയ വാർത്ത കൊടുത്തിരുന്നു. കണ്ടിരുന്നു. പക്ഷേ ഈ വേറെ പ്രശ്നമുള്ളത്, കഴിഞ്ഞ ദിവസം അവർ കൊടുത്ത വാർത്തയിൽ ഒരു പ്രശ്നമുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കോടതി അതിരൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചു എന്ന വാർത്ത വെറുതെ പറയുന്നതാണ്. എന്നിട്ട് അതിന്റെ ഒരു കോപ്പി നമുക്ക് കിട്ടിയിരുന്നു. അതിലൊരിടത്ത് പോലെ പരാമർശം അല്ല. വിനു വിജോണിനെതിരെ ഈ ബാലാവകാശ കമ്മീഷൻ, മറ്റേ യുവജന കമ്മീഷൻ എന്തോ പറഞ്ഞു. യുവജന കമ്മീഷൻ യാതൊരു റൈറ്റും ഇല്ലാതിരിക്കുമ്പോൾ പറഞ്ഞതിന് പേര് വലിയ വാർത്ത കൊടുത്ത അതേ റിപ്പോർട്ടർ ചാനൽ അവർക്കെതിരെ പോക്സോ കേസ് എടുത്ത് ചുമതല. എന്നിട്ട് ഇപ്പം അരുൺകുമാർ ഭീഷണിയോ വെറുതെ വിടില്ല. മറ്റന്നാൾ ലോകത്തുള്ള സകല മനുഷ്യർക്കെതിരെയും കള്ളക്കേസുകൾ കൊടുക്കുന്നത് ഇവരുടെ പരിപാടി. ഒരു DYSPയും SP അടക്കമുള്ളവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തു. അവർ ചെയ്ത കുറ്റം ഇവർ പഴയ മുതലാളിയുടെ വിഷയത്തിലായിരുന്നല്ലോ. അതെ. അപ്പൊ ജാമ്യം കൊടുത്തതിനെ കുറിച്ച് ചിലരെ കുറിച്ച്, ജാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ട്. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുന്നതിൽ ജാമ്യം കിട്ടും. ഇതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ മാറി നിൽക്കുന്നത്. ഇപ്പം എനിക്കെതിരെ കള്ളക്കേസുകൾ ഒരു നിരയുണ്ടായി, ഞാൻ മാറിയത് എന്തുകൊണ്ടാണ്? ജാമ്യം കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം നമ്മളാരെയും കൊലപാതകം നടത്തിയിട്ട്, നമ്മളാരെയും മോഷണം നടത്തിയിട്ടില്ല, തട്ടിപ്പ് നടത്തിയിട്ടില്ല. അപ്പോൾ ജാമ്യം കിട്ടുന്നത് വരെ മാറി നിന്ന് ജയിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അരുൺകുമാറും ചെയ്ത്. അരുൺകുമാർ പെട്ടെന്ന് ഡൽഹിക്ക് പോയി. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ബ്യൂറോ ഉദ്ഘാടനമായിട്ട് നിന്ന് പിന്നെ അരുൺകുമാറിലെ ബ്യൂറോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്നിട്ട് ഇതുപോലെ തന്നെയാണ് ഈ ഗ്രീഷ്മയുടെ കേസ് വരുമ്പോൾ, ഗ്രീഷ്മയുടെ കേസിലേക്ക് വരുമ്പോൾ കോടതിയുടെ മുമ്പിലുള്ള കുറേ സാധനങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിലെ പല ആൾക്കും ഇപ്പോഴും വ്യക്തമായി മനസ്സിലായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും. അതിനകത്ത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് വധശിക്ഷ കൊടുത്തു എന്നുള്ളതാണ്. അതൊരു ഗൗരവം പറയും. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അമിക്കസ് ക്യൂറി ഉണ്ടല്ലോ, ഹരീഷ് വാസ്തവ അവരടക്കം, മറ്റേ കമാൽ പാഷ, എമർ അഭിലാഷ്, ഇവരെല്ലാം മറ്റേ കമാൽ പാഷ സാർ എന്നാലും പറയുകയും ചെയ്തു നിലനിൽക്കില്ല എന്ന്. യഥാർത്ഥത്തിൽ നിലനിൽക്കത്തില്ല. സത്യത്തിൽ ഞങ്ങളും ഇതിനെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ജീവനും തന്നെ യഥാർത്ഥത്തിൽ നിലനിൽക്കത്തില്ല. അപ്പം ഞാനിത് പറയുന്നത്, ഈ സ്ത്രീ അല്ലെങ്കിൽ യുവതി അവര് തൂക്കുമരമോ അതിൽ കൂടുതലുണ്ട്, അതോ അർഹതയുള്ള ആൾ തന്നെയാണ്, അത്രയും ക്രൂര് തന്നെയാണ് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് അവരെ തൂക്കിയും കൊന്നു എന്ന് പറഞ്ഞതിൽ ആർക്കും ഒരു സഹതാപം അവരോട് തോന്നേണ്ട കാര്യമില്ല, തോന്നുന്നുമില്ല. കേരളം ഒന്നടക്കം സന്തോഷമാണ്. പക്ഷേ നിയമം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അതൊരു കുഴപ്പം. ഇപ്പം ഒരാളുടെ ഒരു കുറ്റകൃത്യം ചെയ്താൽ അയാൾക്ക് ഇത്ര ശിക്ഷ കൊടുക്കണമെന്ന് എഴുതി. ഇപ്പം അരുൺകുമാർ ജാമ്യം കൊടുക്കാൻ നേരത്തെ ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, ഈ കുറ്റകൃത്യം തെളിയിച്ചാൽ ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷ 3 വർഷമാണ്. 3 വർഷം കുറ്റകൃത്യം ചെയ്താണ് കേസിന് ജാമ്യം കിട്ടുമല്ലോ. ഇത് തന്നെയാണ്. അപ്പോൾ കൊലപാതകം എന്ന് പറഞ്ഞ സാധനത്തിന് രണ്ടായി തിരിക്കുന്നു. ഒന്ന് മർഡറാണ്, പഴയ 302 മർഡറാണ്. കൊലപാതകം ആണെങ്കിൽ അതിൻ്റെ ശിക്ഷ, മിനിമം ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമാണ് മിനിമം ശിക്ഷ. മാക്സിമം ശിക്ഷയാണ് തൂക്കുകൊല. അപ്പോൾ ഈ മാക്സിമം ശിക്ഷ പണ്ട് കൊടുക്കുമായിരുന്നു സ്ഥിരമായിട്ട്. പക്ഷെ പരിഷ്കൃത സമൂഹം ഇതിനെതിരാണ്. ഒരാളുടെ ജീവൻ എടുക്കാൻ മനുഷ്യന് നിയമത്തിന് അവകാശമുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഇറാനിലാണ് ഏറ്റവും അധികം ആളെ തൂക്കുന്നത്. ഇറാനും സൗദിയിലൊക്കെ ജീവൻ കൊടുക്കാൻ നമുക്ക് സാധ്യമല്ലാത്തടത്തോളം കാലം ഒരാളെ നമുക്കൊരു ജന്മം കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല.
ഒരു നിയമത്തിനും ഒരാളെ ശരി ഇന്ന് രാജ്മോഹനെ ജീവിപ്പിച്ചേക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതില്ല, ഒരിക്കലും. അപ്പൊ അങ്ങനെ ഒരാളെ ജീവിപ്പിക്കാൻ നിയമത്തിന് കഴിയാത്തടത്തോളം കാലം ഒരാളുടെ ജീവൻ എടുക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ടായി. ഈ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്ത് പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമ്മൾ പറയുന്നതും അല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം നിലനിൽക്കുമ്പോൾ നമ്മൾ അതിനൊരു പരിഷ്കാരം കൊണ്ടുവന്നു. റയറസ്റ്റ് ഓഫ് ദ റയർ കേസിൽ, അപൂർവമായ കേസ്. അതിന് ഇത് ദുരുപയോഗിക്കാൻ തുടങ്ങി. അപൂർവങ്ങളിൽ അപൂർവം എന്ന് ജഡ്ജി തന്നെ പറയുക. ഇപ്പൊ ഈ സെഷൻസ് ജഡ്ജാണല്ലോ കൊലപാതക കേസ് ശിക്ഷിക്കുന്നത്. അപ്പോൾ സെഷൻസ് ജഡ്ജി ഇത് അപൂർവങ്ങൾ അപൂർവം എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് സംഭവിക്കുമ്പോഴാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശം ഇറക്കി. അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിൽ മാത്രമേ ഇത് വധശിക്ഷ ആവൂ. എന്നിട്ട് ഇതിനൊരു എന്താണ് പറയുന്നത്, ഡെത്ത് ഒരു കൺഫർമേഷൻ ഉണ്ട്. DSR എന്ന് പറയും, ഹൈക്കോടതിയുടെ കൺഫർമേഷൻ ഉണ്ട്. അപ്പം ഈ താഴത്തെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു, എന്തുകൊണ്ടാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായെന്ന് പറഞ്ഞൊരു വലിയ ലിസ്റ്റും ഇതിന്റെ തെളിവുകളും സാധനം ഹൈക്കോടതിക്ക് അയക്കണം, ഈ ജഡ്ജി അയക്കണം. ഇനിയിപ്പോ ഈ തൂക്കുമരം കിട്ടുന്ന കേസിൽ ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് ഗ്രീഷ്മ അപ്പീൽ പോയില്ലെന്ന് കരുതുക. നമ്മുടെ രാജ്യത്തൊരു നിയമം അനുസരിച്ച് ഒരാൾക്ക് ഇപ്പൊ അപ്പീൽ കിട്ടുന്നു, അല്ല ഒരാൾക്ക് ശിക്ഷ കിട്ടുന്നു, അപ്പീൽ പോയില്ലെന്ന് കരുതുക. അപ്പീൽ പോയില്ലെങ്കിൽ പോലും ഇപ്പൊ പോയി തൂക്കിക്കൊല്ലാൻ പറ്റത്തില്ല. ഈ തൂക്ക് ശിക്ഷ അത് ഹൈക്കോടതി ശരിവയ്ക്കണം. ഹൈക്കോടതി ശരിവയ്ക്കണമെങ്കിൽ ഈ പറയുന്ന തെളിവുകളെല്ലാം അതിന് കുറേ രേഖകളുണ്ട്. ഈ ഹൈക്കോടതി വളരെ പ്രശ്നത്തിലാണ്. കാരണം അതും പരിശോധിക്കുന്നുണ്ട്, അതുപോലെ ജീവപര്യന്തം പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി ജീവപര്യത്തിന് ഇങ്ങനെ കൺഫർമേഷൻ വേണ്ട എങ്കിൽ പോലും ഹൈക്കോടതി ജീവപര്യന്തം പരിശോധിക്കുന്നുണ്ട്, DSRനകത്ത് പെടുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കേസുകൾ 6 വർഷം ഡിലേ ആണ്. ഇപ്പൊ 2018 തൂക്കും ജീവപര്യന്തമാണ് ഇപ്പം ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കേസ് അവിടെ ചെല്ലണം, ഇനി ഒരു 6 വർഷം കൂടെ കഴിയണം, അത്രയും സമയമെടുക്കും. അപ്പൊ അപ്പീലൂടെ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ വധശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കും. അനിശാന്തിക്ക് ജാമ്യം കിട്ടിയല്ലോ, സുപ്രീം കോടതി ജാമ്യം കിട്ടി. ഒരു VK ബൈജു എന്ന് പറഞ്ഞ വക്കീലാണ്, മലയാളിയാണ്, ഗംഭീരം വക്കീലാണ്. അവർ കാഴ്ചക്ക് പ്രശ്നം, അവർ പറഞ്ഞ കാര്യങ്ങൾ ന്യായമാണോ സുപ്രീം കോടതി കണ്ടത്? പക്ഷേ ഇത്തവണ ഇയാളുടെ അവർക്ക് ജാമ്യം കൊടുത്തത് നേരത്തെ, ഈ ആരോഗ്യ പ്രശ്നം കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടിയത് നേരത്തെയാണ്. ഇപ്പൊ അവർക്ക് ജാമ്യം കിട്ടിയത് സ്ഥിരം ജാമ്യം കിട്ടിയത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം ഉറപ്പായിട്ടും ഇവർക്ക് ഇവരുടെ വധശിക്ഷ കുറച്ചു കൊടുക്കും. കാരണം വധശിക്ഷ കൊടുക്കണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കണം. ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല. ഈ പെൺകുട്ടിക്ക് പ്രായം കുറവാണ് എന്നതിൽ അപൂർവമാണ്. പക്ഷേ വിഷം കൊടുത്ത് കൊല്ലുക എന്ന് പറയുന്നത് അപൂർവമായ കാര്യമല്ല. പ്രായം കുറവാണെന്നുള്ള ഒരു അനുകൂല ഘടകമായി മാറാനുള്ള സാധ്യത ഉണ്ടോ കോടതി? അതെങ്ങനെ വരും എന്നുള്ളതാണ്. പ്രായം കുറവായത് പ്രതിക്ക് അനുകൂലമാകുമോ അതോ ഇരയ്ക്ക് അനുകൂലമാകുന്നതല്ല, അത് കോടതി വ്യാഖ്യാനിക്കുന്ന പോലെ. കാരണം ഇത്രയും പ്രായം കുറഞ്ഞപ്പോൾ തന്നെ ഇവളിത് ചെയ്ത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പോ അതുകൊണ്ട് തന്നെ ഈ കേസ് നിയമപരമായിട്ട് ഇത് നിലനിൽക്കത്തില്ല, ഈ വധശിക്ഷ നിലനിൽക്കത്തില്ല. അപ്പം സ്വാഭാവികമായും ഇത് അടുത്ത അപ്പീൽ വരുമ്പോഴോ അല്ലെങ്കിൽ DSR പരിഗണിക്കുമ്പോഴോ ഇത് ജീവപര്യന്തമായി കുറച്ചു കൊടുക്കാം. അതിനൊരു അപകടമുണ്ട്. എന്തുകൊണ്ട് ജഡ്ജി ചെയ്തു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പം ജഡ്ജി ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, ഈ കേസിൻ്റെ എല്ലാ വശവും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ജഡ്ജിയാണ്. 2 വശം കേൾക്കുന്ന ആരാണ്, 2 വശം കേൾക്കുന്ന. ഈവൻ 2 കക്ഷികൾക്കും അതുപോലെ അറിയണമെന്ന് നിർബന്ധമില്ല. കാരണം ഇപ്പൊ പ്രോസിക്യൂഷൻ ഈ പെണ്ണിനെ ശിക്ഷിക്കണം എന്നുള്ള വിശ്വാസത്തോടു കൂടി മാത്രം കാര്യങ്ങൾ കാണുന്നവരാ. രക്ഷിക്കണം എന്ന ലക്ഷ്യത്തോടെ കാണുന്ന. പക്ഷെ ഇത് മുഴുവൻ കേൾക്കുക, മുഴുവൻ തെളിവുകളും പരിശോധിക്കുക. ഇപ്പം ജഡ്ജിന് പലരും ചോദിക്കാറുണ്ട്, ജഡ്ജിമാർ മടിയന്മാരാ, 11 മണിക്ക് വന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് പോകും, ശരിയല്ല. പക്ഷെ ജഡ്ജിമാരെ 24 മണിക്കൂർ പണിയെടുക്കുന്നവരാ. വല്ലാത്ത ജോലി തിരക്കാണ് ഇവർക്ക്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് എഴുതാനായിട്ട്. ഇപ്പം ആരോ എൻ്റെ പേരിൽ ഒരു പരാതി കൊടുത്തു, എൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതായിട്ട് കോടതിയിൽ നടക്കുന്ന ഒരു അഴിമതിയെക്കുറിച്ച് കോടതിയിലുള്ള ആരോ ഒരു പരാതി കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും കോടതിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. വലിയ അന്വേഷണം ഹൈക്കോടതിക്കാണ് പരാതി കൊടുത്തത്. ഹൈക്കോടതി അപ്പം തന്നെ അവിടുത്തെ വിജിലൻസ് സെല്ലിനെ ഏൽപ്പിച്ചു. വിജിലൻസ് സെല്ലിൽ നിന്ന് എന്നെ കാണാനായിട്ട് ഒരു വിഭാഗം വന്നു. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു ബന്ധവുമില്ല, പിന്നെ അഴിമതിക്കെതിരെയുള്ള അന്വേഷണത്തോട് സഹകരിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞത് ഞാൻ ഓർത്തു. നാളുകൾക്ക് ശേഷം എനിക്ക് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നോട്ടീസ് വന്നു, കോടതി ഹാജരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ ചെല്ലുക സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പം ചേംബറിലാണ്, ജഡ്ജിൻ്റെ ചേംബറിലാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്.
അന്നാണ് ഈ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ രാവിലെ മുതൽ ഹൈക്കോടതി എടുത്തിട്ട് ഓടി. അപ്പം ഞാൻ ഈ ജഡ്ജിനോട് ഈ കഥ പറയും, ജഡ്ജ് അറിഞ്ഞിട്ടില്ല. എത്ര മണി? ഒരു 4 മണിയായി. 4 മണിക്കാണ് ഞാൻ ചെല്ലുന്നത്. രാവിലെ സംഭവമാണ്. 4 മണിയായപ്പോൾ ഇയാൾക്ക് ജാമ്യമെല്ലാം കിട്ടിക്കഴിഞ്ഞ് 4 മണിയായപ്പം ഞാൻ ഈ ജഡ്ജിനോട്, സാറേ ഇന്ന് കോടതിയിൽ നടന്ന് എന്ത് പറ്റി? അപ്പം ഞാൻ അറിഞ്ഞില്ല. കാരണം ജഡ്ജി രാവിലെ അന്ന് കൈകാര്യം ചെയ്യേണ്ട കേസുകൾ മുഴുവൻ കൈകാര്യം ചെയ്തിട്ട് അവിടുന്ന് രാവിലെ കോടതി വന്നിട്ട് ഈ കേസുകളെല്ലാം പരിശോധിച്ചിട്ട് പുറകെ പോയി ഒന്നിനുമേൽ ഒന്നായി പദ്ധതി ഇട്ടിട്ട് ജഡ്ജി എന്നോട് പറഞ്ഞു, മൊബൈൽ ഫോൺ ഓൺ ആക്കുന്നത് ഒരു വൈകുന്നേരം 8 മണിയായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇത്രയധികം പണികൾ തീരുവാണ്. അപ്പൊ അടുത്ത പദ്ധതിയിൽ 4 മണിക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. കേസിന്റെ വിധി എഴുതുക എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയില്ല. 586 പേജായിരുന്നു ഇന്നലത്തെ വിധി വന്നിരുന്നത്. എന്റെ ഭാര്യ വക്കീലുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ആണ് എന്റെ ബുദ്ധിമുട്ട് അറിയാം. ഇത്രയും ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാന്ന് പറയുമ്പോ എന്ത് സഹായിക്കാൻ CMR ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും മനസ്സിൽ അവർ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ ഈ ഒരു പണി ഇതിങ്ങനെ മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഗ്രീഷ്മയുടെ വരവും പോക്കും, കോടതിയിൽ ചോദ്യങ്ങൾക്ക് പറഞ്ഞ ഉത്തരവും, ക്രോസ് വിസ്താരം ഉണ്ടല്ലോ. ഈ ക്രോസ് വിസ്താരമൊക്കെ ജഡ്ജ് വളരെ സൂക്ഷ്മമായി കേട്ടോണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഈ വക്കീൽ ചോദിക്കുന്നു, മറുപടി. അപ്പോൾ കൂസലില്ലായ്മയൊക്കെ ജഡ്ജിനെ മനുഷ്യനെ എന്നല്ലേ ബാധിച്ചിട്ടുണ്ട്. ഉറപ്പാണല്ലോ. അപ്പോൾ ഈ ഒരു കൊലപാതകവും നടത്തി ഈ വൃത്തികേട് മുഴുവൻ കാട്ടിയതിന് ശേഷം വന്ന് ഇവൾ ഈ കൂസലില്ലായ്മ ഉണ്ടാവുന്ന മനുഷ്യനെന്ന നിലയിൽ ജഡ്ജിനെ വല്ലാത്ത തരത്തിൽ സ്വാധീനിച്ചു. ആ സ്വാധീനമാണ് എന്നാലും വാസ്തവത്തിൽ ഇവക്കിട്ട് പണി കൊടുത്തേക്കാം. കാരണം അത്രയും വൃത്തികെട്ടോളാണ്. ഈ ഗ്രീഷ്മേനെ പോലീസുകാരെ കണ്ട് പറഞ്ഞത് എനിക്ക് കൂടി പോയി ജീവരുന്നല്ലേ ഉള്ളൂ, 14 വർഷം 37 സമയം തിരിച്ചറങ്ങി വരുമല്ലോ എന്ന രീതി സംസാരിച്ചെന്നാണ് പറയപ്പെട്ടത്. അത് സ്വാഭാവികമായിരിക്കും. അത് സംഭവിച്ചു കൂടാഴിയില്ല രാജ്മോഹൻ. കാരണം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവക്ക് 22, 23 വയസ്സ്, മാക്സിമം 24. ഇത് നമ്മുടെ രാജ്യത്ത് നിയമം എന്താണ്? നമ്മുടെ രാജ്യത്ത് നിയമം എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നിയമത്തിന്റെ ഒരു കുഴപ്പം. ഈ ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ ഇവക്ക് ഇളവ് ചെയ്ത് കൊടുക്കാനാണ് 99% സാധ്യത. റയറസ്റ്റ് ഓഫ് ദി റയർ കേസായിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെ വധശിക്ഷ കൊടുക്കാനാണെങ്കിൽ കൽക്കട്ടയിലെ ഡോക്ടർക്ക് കൊടുക്കണം. ഇന്നലെ അയാൾക്ക് പക്ഷെ മരണം വരെ ജീവപര്യന്തമാണ്. അത് അങ്ങനെ ഒരു വകുപ്പില്ല. അതും നിലനിൽക്കുമെന്ന് കണ്ടറിയണം. മരണം വരെ ജീവപര്യന്തം എന്ന് പറയും. ഇതെങ്ങനെയാണ് ഇതിന്റെ ചോദ്യം? ഒരു കോടതിയുടെ മുമ്പിലുള്ള വഴി, കോടതി ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നു, കോടതിയുടെ മുമ്പിൽ ഇപ്പം നിയമം മാറി. IPC, CRPC, എവിഡൻസ് ആക്ട് 3 ആണല്ലോ. അത് മാറി 3 പുതിയ പേരാണ്. അപ്പൊ IPC-യിലെ കുറ്റകൃത്യം ചുമത്തുന്നു, IPC-യിലെ ശിക്ഷ കൊടുക്കുന്നു, CRPC-യിലെ നടപടിക്രമങ്ങൾ പാലിക്കുന്നു, എവിഡൻസ് ആക്ടിലെ അനുസൃതമായി ആ തെളിവുകൾ കണ്ടെത്തും. ഇതാണ് കോടതിയുടെ പ്രോസസ്സ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഈ IPC-യിൽ ഇല്ലാത്ത ഒരു ശിക്ഷ ഒരു കോടതിക്ക് വിധിക്കാൻ പറ്റുന്നത്? മരണം വരെ ജീവപര്യന്തം എന്ന് IPC-യിൽ ഇല്ല. ഇന്ത്യൻ നിയമത്തിൽ അതിങ്ങനെ ഇല്ല, അങ്ങനെ സാധനം ഇല്ല. ജീവപര്യന്തത്തെ കുറിച്ച് ഇപ്പോഴും പലപ്പോഴും സംശയങ്ങളുണ്ട്. പലർക്കും ജീവപര്യന്തം വരെയാണോ, ജീവിതത്തിന്റെ അവസാനം വരെയാണോ? യഥാർത്ഥത്തിൽ ജീവപര്യന്തം എന്നാൽ അർത്ഥം ജീവിത അവസാനം വരെ എന്നാണ്. പക്ഷെ ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് വിധിച്ചാൽ 14 കൊല്ലം മിനിമം ശിക്ഷ അനുഭവിച്ചാൽ സർക്കാരിന് അയാൾക്ക് ഇളവ് കൊടുക്കാവുന്ന വകുപ്പുണ്ട്. അത് നമ്മുടെ ഈ ഭരണഘടന ഒരുപാട് അവകാശങ്ങൾ ഗവർണർക്കുണ്ടല്ലോ. ജയിലിലെ നടപടി. അപ്പൊ ഇവിടുന്ന് ഇപ്പം ഇവളുടെ കാര്യം മാത്രം എടുക്കുക. നമ്മുടെ ഗ്രീഷ്മയുടെ കാര്യം. ഗ്രീഷ്മ സുന്ദരിയായ ഒരു യുവതിയാണ്. ജയിലിലെ ഈ ഇളക്കമുള്ള ജോലിക്കാർക്ക് ഒരാവേശമായിരിക്കും. എനിക്കത് കാർന്നവർ കേസിലൊരു ഷെറിനൊക്കെ വയസ്സായി കാണും, 10-12 കൊല്ലമായില്ലേ. ഈ പറയുന്ന ഗ്രീഷ്മ ജയിൽ ജീവനക്കാർക്ക് ഒരു ആവേശമായിരിക്കും. അവർക്ക് കാണാം, അവർക്ക് സംസാരിക്കാം, അവർക്കൊരു അവസരമുണ്ടല്ലോ. അപ്പൊ ഇവരുടെ ഒരു പിന്തുണയും സിമ്പതിയും ഉണ്ട്. അപ്പൊ ഇവരോട് നല്ല ഒരു പതിയെ ദീർഘകാലം കൊണ്ട് ഏത് ക്രിമിനലും ദീർഘകാലത്തെ ഇടപാടൽ കൊണ്ട് സൗഹൃദത്തിലാവും. അപ്പൊ ഇവളിങ്ങനെ സൗഹൃദത്തിലായി മുമ്പോട്ട് പോകുന്നു. ജയിലിൽ വലിയ കുഴപ്പമൊന്നും കാട്ടുന്നില്ല. ഇവളോട് ഇഷ്ടമുള്ള ജയിലിലെ അധികാരികളടക്കം ഇവളോട് ഇഷ്ടമുള്ള ആളുകൾ വരുന്നു, മാറി മാറി വരുന്നു. രാഷ്ട്രീയക്കാരൻ ഇപ്പൊ നമ്മളെ പൂച്ചക്കുട്ടി എന്ന് വിളിക്കുന്ന മന്ത്രിമാരൊക്കെയുള്ള കാലമായത്. അപ്പം ഇവർക്ക് ആർക്കെങ്കിലും ഇവളൊക്കെ ഒരു ഇളവ് കൊടുക്കണമെന്ന് തോന്നിയാൽ 14 TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ കാര്യങ്ങൾ വെട്ടിക്കൊന്നിരിക്കുന്ന മനുഷ്യർ എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്? ഈ പറയുന്ന പ്രതികൾ വെളിയിൽ പോയിട്ടാണ് കല്യാണം കഴിച്ചത്. അവരതിനുശേഷം വെളിയിൽ പോയി ജയിലിൽ കിടന്നതിന് ശേഷം അവർ കല്യാണം കഴിച്ചു, ഗുണ്ടാപ്പണി ചെയ്തു, കൊട്ടേഷൻ എടുത്തു, ജയിലിൽ കിടന്നുകൊണ്ട് സ്വർണ്ണം പൊട്ടിക്കൽ നടത്തി. എപ്പോഴും ഇവരെ മറ്റേ ഇതിലാ, പരോളിലാണ്. അപ്പം ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് മാറി വരുന്ന ഒരു സർക്കാരിന് ഇളവ് ചെയ്ത് വിടാൻ തോന്നിയാൽ ജീവപര്യന്തമാണെങ്കിൽ ഇളവ് കിട്ടുമല്ലേ പരോളിന് പോകാൻ? ഇവിടെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത്
ജീവപര്യന്തമാണെങ്കിലും ആണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ഷാഫിയും കിർമാണി മനോജും കൊടിസുനിയും ഒക്കെ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ വധശിക്ഷയാണെങ്കിൽ അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വധശിക്ഷ കിട്ടിയ പ്രതിക്ക് ഒറ്റയ്ക്കുള്ള തടവായിരിക്കും, ഏകാന്ത തടവല്ല എങ്കിൽ പോലും റെസ്ട്രിക്റ്റഡ് ആയിട്ട് തടവായിരിക്കും. അവർക്ക് ഇളവ് കിട്ടാൻ ആദ്യം കുറേ സമയമെടുക്കും. ഉദാഹരണത്തിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വധശിക്ഷ കൊടുക്കാൻ ഈ ജഡ്ജ് തീരുമാനിച്ചത് ഇത് നിലനിൽക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ഈ വധശിക്ഷ നിലനിൽക്കത്തില്ലെന്ന് ജഡ്ജിനറിയാം, ഇത് മേളത്തെ കോടതി താക്കുമെന്നറിയാം, ആക്കിക്കോട്ടെ. പക്ഷേ ജഡ്ജി അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അതിനെ കൊടുക്കരുത് നിയമമൊന്നുമില്ലല്ലോ. അങ്ങനെ നിയമമൊന്നുമില്ല. വധശിക്ഷ വിധിച്ചാൽ ജഡ്ജിനെതിരെ നടപടി എടുക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പം വധശിക്ഷ വിധിച്ചാൽ ഈ നടപടിക്രമം പൂർത്തിയായി, അതായത് ഈ DSR അടക്കമുള്ള ഈ കൺഫർമേഷൻ അടക്കമുള്ളത് പൂർത്തി മിനിമം 6 വർഷം എടുക്കും. ഈ 6 വർഷ കാലയളവിൽ പരോള് കിട്ടത്തില്ല, ജാമ്യം കിട്ടത്തില്ല, ഒരാനുകൂല്യം തന്നെ കിടക്കേണ്ടി വരും. 6 വർഷം വരെ കിടപ്പോടെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ജഡ്ജിന്റെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് ഇത് ആ ജഡ്ജി പൊട്ടനായതുകൊണ്ടൊന്നുമല്ല, ജഡ്ജിന് കൃത്യമായിട്ട് അറിയാം ഇത് ഇളവെന്ന്. ഇവളൊരു 5-6 കൊല്ലം അനുഭവിക്കട്ടെ, ഇത്രയും ചെയ്തു. അതാണ് മിനിമം ശിക്ഷ എന്നുള്ളത്. അതാണ് നമുക്ക് കിട്ടാതെ. ഏകാന്ത തടവാണെങ്കിൽ അതും ദുരന്തമാണല്ലോ. അങ്ങനെ കിടക്കട്ടെ, ഏകാന്ത തടവായിരിക്കത്തില്ലെങ്കിൽ പോലും ആനുകൂല്യങ്ങൾ. അപ്പൊ ഈ ഒരു തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇവൾക്ക് വധശിക്ഷ കൊടുത്തത്. അല്ലാതെ അവളെ തൂക്കിക്കൊല്ലുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. ഇവളെ തൂക്കിക്കൊല്ലുമെന്ന് ആര് പ്രതീക്ഷിച്ചാലും ഞാനും വിശ്വസിക്കുന്നില്ല, തൂക്കിക്കൊല്ലത്തില്ല. ഇത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി അവിടേക്കൊന്നും പോകത്തില്ല. പ്രസിഡന്റ് ദയാഹർജി ഒന്നും ചിലപ്പം അവിടെ ഹൈക്കോടതിയോ സുപ്രീം കോടതി, ഹൈക്കോടതി തന്നെ ഈ ശിക്ഷ ജീവപര്യന്തം ഇളവ് ചെയ്ത് കൊടുക്കും. അതുപോലെ മരണം വരെ ജീവപര്യന്തം ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞു. അത് അങ്ങനെ ഒന്നുമില്ല. ആ സമയം ഇരട്ട ജീവപര്യന്തം കൊടുക്കാം. അത് ചില ജഡ്ജിമാർ ചെയ്യാറുണ്ട്. ചില ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് അറിയും. അത് രണ്ടും രണ്ടാ. ഇപ്പൊ ഇവിടെ ഇവക്ക് വധശിക്ഷ വിധിച്ചു. ഏതിനാണ്? കൊലപാതകം. അദ്ദേഹം തട്ടിക്കൊണ്ടുപോലെ ഇവക്ക് 10 കൊല്ലം തടവ് വിധിച്ചു. അപ്പം അങ്ങനെ ഒരാളുടെ പേരിൽ ഒരു കേസ് എടുക്കുമ്പം ഒരുപാട് വകുപ്പുണ്ടാവും. ഒരു വധശ്രമം വരാം. അതിനുശേഷം ഇപ്പൊ വധശ്രമം ഇവിടെ ചാർജ് ചെയ്തിട്ടില്ല, വധശ്രമം ഉണ്ട്. അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി അനധികൃതമായി വീട്ടിൽ കയറി ആയുധം കയ്യിൽ വെച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കൊലപാതക കേസെല്ലാം എടുക്കുക, മറ്റേ ഈ പരിയടക്കമുള്ള കേസ്, എല്ലാം പല വകുപ്പുകളാണ്. ഇതിനകത്ത് എല്ലാ വകുപ്പും ചുമത്തും. ആയുധം കൈവശം വെച്ചതിനെ, ദേഹോപദ്രവം ഏൽപ്പിച്ചതിനെ, വീട്ടിൽ കയറി, എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് ശിക്ഷിക്കുന്നത്. പക്ഷെ സെപ്പറേറ്റ് ശിക്ഷിച്ച് എണ്ണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന് 100-150 വർഷം ആവുന്നത് കൊണ്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് അനുഭവം. അപ്പൊ ഏറ്റവും ഉയർന്ന ശിക്ഷ ഏതാണോ അതാണ് കൊടുക്കുന്നത്. 14 വർഷം കിടന്നാൽ മതി. ഇരട്ട ജീവപര്യന്തം കൊടുക്കാം. ഇരട്ട ജീവപര്യന്തം കൊടുത്താൽ 2 ജീവപര്യന്തം വിധിക്കുന്നത്. രണ്ടായിട്ടാണിത്. അപ്പം എന്നാൽ 28 വർഷം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതാണ് ചില ജഡ്ജിമാരെ ഇരട്ട ജീവപര്യന്തം വിധിക്കും. അപ്പം 2 ജീവപര്യന്തം ഉണ്ടല്ലോ. അപ്പൊ 28 വർഷം കഴിയാതെ ഈ ആനുകൂല്യം കിട്ടത്തില്ല. അതാണ് ഒരു ഗുണം. പിന്നെ ഈ മരണം വരെ ജീവപര്യന്തം എന്ന് കോടതി വിധിച്ചല്ലോ കൽക്കട്ട കേസിൽ. അതിനുള്ള ഒരു സ്കോപ്പ് എന്താന്ന് വെച്ചാൽ, ഈ 14 കൊല്ലം കഴിയുമ്പം ഇയാളെ മോചിപ്പിക്കാൻ ആരെങ്കിലും നീക്കം നടത്തിയാൽ ഈ വിധി എടുത്ത് കാണിച്ചുകൊണ്ട് എതിർക്കാം, കോടതി എതിർക്കാം. ഇപ്പൊ ഈ ഡോക്ടറുടെ കുടുംബത്തിനെ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ സർക്കാരിനോ കോടതിയോട് പറയാൻ കണ്ടു മരണം വരെയാണ് അപകടകാരിയാണ് എന്ന് കാണിക്കാം. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഗുണമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജഡ്ജ് മനഃപൂർവ്വം അവക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗംഭീരം പണി എന്നിലേക്ക് കൊടുത്താണ്. അതിനെയാണ് എല്ലാവരും എതിർക്കുന്നത്. എതിർക്കുന്നവരെ അവർ നിയമം പറഞ്ഞ് എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ അവരെ ഗ്രീഷ്മയുടെ സഹതാവുള്ളത് കൊണ്ടാണ് എനിക്കൊന്ന് കുടുംബം ഇന്നലെ ന്യൂസ് സൈറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി ചെയ്തു ചർച്ചയ്ക്ക്. അതൊന്നും അത്രയും വികാരം കാണേണ്ട കാര്യമില്ല. അവർ നിയമം പറഞ്ഞതാണ്. നിയമമാണ് ഈ വിഷയം. ഇതൊരു റയറസ്റ്റ് ഓഫ് ദി റെയർ കേസ് അല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ രാജ്മോഹൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊന്നുമല്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ നിങ്ങൾ പറഞ്ഞ മാതിരി തെളിവുകളില്ലാതെ പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മൾ സമ്മതിക്കേണ്ടതാണ് സത്യത്തിലെ കാര്യം. പ്രോസിക്യൂഷനെ ഞാൻ പറഞ്ഞത് അവിടെയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥനെ അല്ല. ഞാൻ ഈ പ്രോസിക്യൂട്ടറുമായിട്ട് സംസാരിച്ചു, വിനീത് കുമാർ എന്ന് പറയുന്നത്. വിനീത് കുമാർ നല്ല പൊക്കമൊക്കെ ഉള്ള, നല്ല ഗംഭീരൻ മീശയൊക്കെയുള്ള ഒരു കിടിലോൾക്കിടൻ വക്കീൽ. എന്റെ ഭാര്യയുടെ വക്കീൽ ഓഫീസിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. അദ്ദേഹത്തിന് എന്റെ അധ്യാപകനായിരുന്നു ലോ അക്കാഡമിയിൽ. അപ്പൊ അദ്ദേഹം ക്ലാസ്സിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഗംഭീര ചൈതന്യമാണ്. നല്ല രസകരമായിട്ട് സംസാരിക്കുന്നത്, നല്ല ശബ്ദമാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പ്രാക്ടിക്കൽ ആണ് പഠിപ്പിക്കുന്നത്, പുസ്തകമല്ല. നിയമം എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത്. ഭയങ്കര രസം അദ്ദേഹത്തിന്റെ ക്ലാസ്. അപ്പം ഇദ്ദേഹം ഒരു കിടിലോൾക്കിടലൻ വക്കീലാണ്. ക്രിമിനൽ കേസിൽ ഇദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം 10 വർഷം മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. മരുന്നിനെ കുറിച്ചൊക്കെ
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ നല്ല വക്കീലന്മാർ, സീനിയർ വക്കീലന്മാർ പൊതുവെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവത്തില്ല. ഇല്ല, അപൂർവമാണ്. ഇപ്പം പിന്നെ മറ്റേത് സൂര്യന്റെ കേസിൽ ജനാർദ്ദന കുറുപ്പായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അല്ല, അതങ്ങനെയാ. അപ്പം നമ്മുടെ കൊല്ലത്തൊരു മോഹൻരാജ് കിടുവക്കിട വക്കീല. അപ്പൊ ഇവരൊക്കെ ഏറ്റെടുക്കണം, ഇവർക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. പ്രതിയുടെ ഭാഗം വലിയൊരു പ്രമാദമായ ഒരു കൊലക്കേസിൽ പ്രതിയുടെ വക്കീലാവുക എന്ന് പറയുമ്പോൾ ഉദാഹരണം നിസാമിന്റെ വക്കീലായി നമ്മുടെ കോടീശ്വരൻ നിസാമിന്റെ. അത് ഭാഗ്യമാണ്, ചോദിക്കുന്നതാണ്. ഈ മുതലാളിമാരുടെ വക്കീലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. കാരണം എത്ര വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു വക്കീലാകുക എന്ന് പറഞ്ഞാൽ എത്ര, അത് എവിടെ നിന്നുള്ള ഒരു വക്കീലെ കൊണ്ടു. ഇപ്പം 50 ലക്ഷവും ഒക്കെ ഒരു സിറ്റിങ്ങിനുള്ള വക്കീൽമാർ, അവരെ നമ്മുടെ നാട്ടിലെ മുതലാളിമാരൊക്കെ അവർക്ക് ശത്രുതയുള്ള ഒരാളെ തീർക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ഏത് ഭാഗത്തും അവർ ഏറ്റവും വലിയ വക്കീൽമാരെ കൊണ്ടുവരും. അത് മാത്രമല്ല, മറുനാടനെതിരെ പോലും ചില കേസുകളിൽ വൻകിട വക്കീൽമാർ, വലിയ വക്കീലന്മാർ, അതായത് 50 ലക്ഷവും 1 കോടിയൊക്കെ കൊടുക്കുന്നവരൊക്കെ മറുനാടനെതിരെ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ അതൊക്കെ അവർക്കുള്ള ഒരു സാധ്യത. അപ്പം ഇവിടെ വിനീത് കുമാറിനെ പോലെ ഒരാൾ ഈ ഇരയ്ക്ക് വേണ്ടി സർക്കാരിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആകുമ്പോൾ അതൊരു ആ നിലപാടിനെ അംഗീകരിക്കും. കാരണം പൈസ സർക്കാരിൻ്റെ പൈസയില്ലേ, കണക്ക് നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞായിരിക്കും മേടിക്കുന്നത്. എന്നിട്ട് ഇത് നാളെ വേറൊരു സർക്കാർ വരുമ്പോഴത്തേക്കും അനധികൃതമായി കൊടുത്തു എന്ന് പറഞ്ഞ് ചിലപ്പം വിവാദം ഉണ്ടാകും. അതുകൊണ്ട് ചില ഒരു മേടിക്കത്തേ ഇല്ല, ഈ സർക്കാരിൻ്റെ ഈ സാധനം കൊണ്ട് ഈ കണക്കല്ലേ. അപ്പോൾ ഈ വിനീത് കുമാർ സാറ് ഇത് 5ാമത്തെ കേസാണ് സാറ് കൈകാര്യം ചെയ്യുന്നത്. 4ലും വധശിക്ഷ കിട്ടി. സാധാരണ വധശിക്ഷ വളരെ കുറവുള്ളതെന്ന് ഓർക്കണം. 4ലും ഈ അനിശാന്തി കേസിൽ വിനീത് കുമാർ സാറായിരുന്നു. അപ്പം ഞാൻ സാറിനോട് രാവിലെ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഈ കേസ് എടുക്കണമെന്നൊരു പൊതുവികാരം സ്വാഭാവികമായി, ഞാനൊരു മനുഷ്യനാണ്, പത്രവാർത്തകൾ കണ്ടു, ഇവിടെ കൊള്ളാലോ എന്നിരിക്കുമ്പം ഞാൻ എടുക്കണമെന്ന് അവർ വീട്ടുകാർ ആവശ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ഏറ്റെടുത്തു, കേസെടുത്തു, പോലീസുമായിട്ട് സഹകരിക്കുന്നു. പോലീസുമായിട്ടാണ് നമ്മൾ ഈ പ്രോസസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി കൊണ്ടുവരിക. പരമാവധി തെളിവൊക്കെ അവർ ശേഖരിച്ചു. എത്തിയിട്ട് കേസിൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പം സാറ് പറഞ്ഞൊരു കാര്യം, ഇത് നിലനിൽക്കത്തില്ല, ഈ കിട്ടിയ തെളിവൊന്നും നിലനിൽക്കത്തില്ല, ഇതും കൊണ്ടുപോയാൽ അയാളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു മെഡിക്കൽ റിപ്പോർട്ടിലും പറഞ്ഞിട്ടില്ല വിഷമുള്ളിൽ ചെന്നാണ് ഈ ഷാരോൺ മരിച്ചത്. ഷാരോണ് ഡയാലിസിസ് നടത്തിയെന്ന് തോന്നുന്നത് അതിന് കുറേ കഥയുണ്ട്. അതിൻ്റെ ഇയാളുടെ ആന്തരികാവയവങ്ങൾ പരിശോധിച്ചു, രാസപരിശോധന ഫലത്തിൽ വിഷമുള്ളിൽ ചെന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ പറയുന്ന കഷായം വഴി കഷായത്തിൽ വിഷം കലർത്തിയെന്ന് പറയുന്ന അതിന് ഒരു എവിഡൻസും ഇല്ല. അത് കോടതി സമ്മതിക്കത്തില്ല. ഇവിടെ വലിയ ഗൗരവം നമ്മളൊരു കാര്യം. കാരണം കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാരോടുള്ള വിൻസെന്റ് അമ്പോൾ അഴിമതി ലെവലേശമില്ല. കൂടെയുള്ള സഹപ്രവർത്തകർക്ക് പോലും അദ്ദേഹത്തെ കണ്ടുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മുഖം നോക്കാൻ നടപടി എടുത്തു. വിവരാവകാശ കമ്മീഷണറായിരുന്നു പിന്നീട്. എനിക്ക് VS ആയിട്ട് നല്ല ഈ വിൻസെന്റ് പോളിന്റെ കരിയറിൽ വലിയൊരു നാണക്കേടുണ്ടായിട്ടുണ്ട്, കത്തി വിവാദം. അത് വാസ്തവത്തിൽ വിൻസെന്റ് പോളിന്റെ കരിയറിൽ ഏറ്റവും വലിയ നാണക്കേടാക്കി. പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേസന്വേഷണത്തിൽ ആ കത്തി കണ്ടെത്താൻ കഴിയുന്നില്ല, ബാക്കിയെല്ലാം കണ്ടെത്തി, തെളിവെല്ലാം ഉണ്ട്. അപ്പോൾ കോടതിയിൽ ചെല്ലുമ്പോൾ ഇന്ന ആള് ഇന്ന കത്തിയും കൊണ്ട് കുത്തി എന്ന് പറയണം. കത്തി എവിടെ? ആ കത്തി ഇല്ലാത്തടത്തോളം കാലം കുത്തി എന്നത് പോലും തെളിയിക്കാൻ പറ്റത്തില്ല. ഇതെവിടെ? കത്തി എവിടെ? അപ്പം നിവൃത്തി കേട്ട് ഈ ശരീരത്തിൻ്റെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് എങ്ങനെയായിരിക്കും ആ കത്തി കയറിയെന്ന് നോക്കി അതനുസരിച്ച് ഒരു കത്തി ഉണ്ടാക്കിയതാണ്. എൻ്റെ ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്, പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ് കേരള പോലീസ്. എല്ലായിടത്തും ചെയ്യുന്നതാണ്. കാരണം കത്തി കിട്ടില്ല, അവൻ നശിപ്പിച്ചാലും കൊണ്ടുപോയി. അപ്പം എല്ലായിടത്തും ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയത്. ഇത് ഈ ചെയിൻ ഓഫ് എവിഡൻസുകൾ കൃത്യമാണ്. അപ്പം പോലീസ് അന്വേഷിക്കുമ്പോൾ ഇവിടെ 2 ഘട്ടമാണുള്ളത്. ഒന്ന് പോലീസിൻ്റെ അന്വേഷണം. പോലീസിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഇപ്പം എനിക്ക് നമ്മുടെ നാട്ടിലുള്ള ഈ കൊലപാതക കേസുകളടക്കം നമ്മുടെ നാട്ടിലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും വാസ്തവമാണ്, അങ്ങനെ ഒരു കുറ്റകൃത്യം നടക്കുന്നതാണ്. പക്ഷെ എനിക്കൊന്ന് 10, 15, 10% കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, പല കേസുകളും നമ്മളെ 10% കേസ് പോലും, എനിക്ക് കറക്റ്റ് കണക്കറിയത്തില്ല, 10% പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. അതിൻ്റെ കാരണം ആദ്യം 2 ഭാഗമാണ് ഇതിൻ്റെ പ്രധാനം. ഒന്ന് അന്വേഷണം. ഒരാൾ കുറ്റകൃത്യം ചെയ്തു എന്നത് എവിഡൻസ് ആക്ട് അനുസരിച്ചുള്ള എവിഡൻസ് ശേഖരിക്കണം. ഇത് നടക്കത്തില്ല. ഉദാഹരണത്തിന് നമ്മുടെ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ കുട്ടിയെ കൊന്ന ആ പെൺകുട്ടിയെ അവിടെ പോയി അർജുൻ എന്ന് പറയുന്ന പ്രതി
നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ച് അയാൾക്ക് മിഠായി കൊടുത്ത് അവളെ എന്നിട്ട് ഒരു ദിവസം പീഡിപ്പിച്ചപ്പോൾ മരിച്ചുപോയി. ഈ പീഡിപ്പിച്ചപ്പോൾ അവളുടെ ശ്വാസം പോയപ്പോൾ ഇവളെ കെട്ടി തൂക്കിയാണ് കൊന്നത്. ഒരു എവിഡൻസും പോലീസ് ശേഖരിച്ചില്ല. അതായത് ഈ പെൺകുട്ടി മരിച്ചു കിടന്ന ആ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ആ ബെഡ്ഷീറ്റ് പോലും പോലീസ് റിക്കവർ ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. അന്ന് വ്യാപകമായ ആരോപണം ഒന്നും ചെയ്തില്ല. ഇത് ഈ ബെഡ്ഷീറ്റിലെ ഈ സെമൻ മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചില്ല. അതായത് ഇത് ഇവനാണ് എന്ന് തെളിയിക്കാനുള്ള, അത് മാത്രം ഇവൻ്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ആയിട്ട്, കാരണം ഇവൻ്റെ മൊബൈൽ മുഴുവൻ പോൺ വീഡിയോകളുണ്ടായിരുന്നു കുട്ടികളുടെ. ഒന്നും ചെയ്തില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ഒരു പണിയും ചെയ്തില്ല. പെട്ടെന്ന് അതിനൊരു ഉത്തരവാദിത്തം മുകളിൽ നിന്ന് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഇവരെല്ലാം തട്ടിക്കൂട്ടി കൊടുത്തു. അവിടെ പൊളിഞ്ഞുപോയി. വാളയാർ കേസിൽ സംഭവിച്ചിരിക്കുന്ന അതാണ്. അത് ഒരു ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ച. ഇനി പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ച പ്രോസിക്യൂഷന് കറക്റ്റ് ചെയ്യാം. വിവരമുള്ള പ്രോസിക്യൂഷൻ ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അവിടെയാണ് പലപ്പോഴും ഈ പാർട്ടിക്കാർ ആണ് പബ്ലിക് പ്രോസിക്യൂട്ടറായി വരുന്നത്. ഈ പറയുന്ന ഗവൺമെന്റ് റിപ്രസെന്റേറ്റർമാരും പബ്ലിക് പ്രോസിക്യൂട്ടർമാരും അവർ കൊണ്ട് വെക്കുമ്പോൾ അവർക്ക് ഒന്ന് കേസ് അറിയണം നിർബന്ധമില്ല. 2 ഈ പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ പുറത്ത് ഇവർ നിലപാടെടുക്കും. 3 ഇവർക്ക് നേരമൊന്നുമില്ല. ഇവർ കേസ് പഠിക്കാതാണ് കോടതി വരുന്നത്. അതേസമയം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വരുമ്പോൾ, ആത്മാർത്ഥമുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വരുമ്പോൾ അയാൾ കേസ് പഠിക്കും. അയാൾ ഉത്തരവാദിത്തമാണല്ലോ. ശരി. അപ്പം ഇവർ ഈ കേസിൻ്റെ തെളിവെല്ലാം ഏകദേശം അന്വേഷിച്ച് കണ്ടെത്തി പബ്ലിക് പ്രോസിക്യൂട്ടറിന് കൊടുത്തപ്പം ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കേസ് പ്രതിയെ ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ വിഷം കഴിച്ചാണ് മരിച്ചതെങ്കിൽ വിഷം കഴിച്ച യാതൊരു എവിഡൻസും ഇല്ല, വിഷമില്ല. അതാണ് സാറിൻ്റെ 10 വർഷത്തെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജീവിതാനുഭവം ഉപയോഗിച്ച് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഈ 11 ദിവസം ഇയാളെ ചികിത്സിച്ച് ആശുപത്രിയും ചികിത്സിച്ച് ഡോക്ടർമാരെയും കണ്ട് അവരെ ഓരോരുത്തരെയും സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ഓരോരുത്തരുടെയും റോൾ എടുത്ത് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പിള്ള സാർ എന്ന് പറഞ്ഞ അമൃത ഹോസ്പിറ്റലുള്ള പ്രശസ്തനായ ഡോക്ടറാണ് അദ്ദേഹം ഒരു ടോക്സോളജിസ്റ്റാണ്. അദ്ദേഹത്തെ കൊണ്ട് ഈ പറയുന്ന മരണകാരണം ഇന്ന കാരണം ഇതാണെന്നുണ്ടാക്കി ഇത് കംപ്ലീറ്റ് ലീഗലാക്കിയിട്ട് പിന്നെ അത് കണ്ടെത്താനും പിടിച്ചു. പിന്നെ 2 ഗുണം ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ഈ വിഷം വെച്ച കുപ്പി അമ്മാവൻ തന്നെ അത് തന്നെ അമ്മാവൻ കണ്ടെത്തി. ഒന്ന്, അതുകൊണ്ട് അതിന് റിക്കവർ ചെയ്തു, ഇങ്ങനെ കൊടുത്തത്. 2, ഇവളിടയ്ക്ക് ആവേശം കണ്ടിട്ട് കോടതിയിൽ എഴുതി കൊടുത്തിരുന്നു, ഞാനിങ്ങനെ വിഷം കലർത്തി വെച്ചിരുന്നു, എന്നിട്ട് അവനത് ആത്മഹത്യ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവനെടുത്ത് കുടിച്ചതാന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോഴേ അവനെടുത്ത് കുടിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ക്ലിയർ ആയി. കാരണം ഇവള് വിഷം കലർത്തിയെന്നും ആ വിഷം ഉണ്ടായിരുന്നുള്ള എവിഡൻസ് അവളുടെ വാക്യം കിട്ടിയിട്ടുണ്ടല്ലോ. അതും ഈ പറയുന്ന ഡോക്ടർമാരുടെ മുഴുവൻ സ്റ്റേറ്റ്മെന്റുകളും എടുത്തതോടുകൂടി ഈ തെളിവ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി. ഇത് ഞാൻ പറഞ്ഞ പ്രോസിക്യൂട്ടറുടെ ബുദ്ധിയിൽ മാത്രം തോന്നുക, അല്ലെങ്കിൽ ഈ ഒറ്റ ഭാഗത്തിൽ കേസ് പൊളിഞ്ഞു പോകും. പ്രോസിക്യൂട്ടർ കൃത്യമായിട്ട് ഇത് വാദിച്ചു. ഈ വാദം കോടതിക്ക് ബോധ്യപ്പെട്ടു. കൊലപാതകം തെളിഞ്ഞു. മറ്റൊരു കാര്യം പോലീസിന് ബുദ്ധി കൂടെ കാണിക്കണം. വലിയൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന്, ഈ പെണ്ണ് ജീവിച്ചതും ഇവക്ക് വിഷം കൊടുത്തൊക്കെ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയില. അപ്പം ജൂറിസ്ഡിക്ഷന്റെ പ്രശ്നമുണ്ട്. അവർ കോടതി സമീപിക്കുകയും ചെയ്തിരുന്ന അത് ഗുണമായി. അതായത് ഈ കേസ് മുമ്പോട്ട് പോകുമ്പോൾ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ, അതായത് കന്യാകുമാരി ജില്ലയിലെ അവിടുത്തെ കോടതിയിൽ അവിടുത്തെ പോലീസ് പോലീസ് അന്വേഷിക്കേണ്ടതിന് വരുമ്പോൾ ഇവിടെയുള്ള പ്രാധാന്യം ഇതിന് കിട്ടില്ല. കാരണം അടിസ്ഥാനപരമായി മലയാളിയാണല്ലോ, കേരളത്തിലാണ് ചർച്ച. അപ്പോൾ അതുകൊണ്ട് പോലീസ് ബുദ്ധിപരമായിട്ടൊരു നീക്കം നടത്തി. അവിടെയാണ് തട്ടിക്കൊണ്ടുപോകൽ വരുന്നത്. അങ്ങോട്ട് കൊണ്ടുപോയി ആ ഒരു സാധനം വകുപ്പിനകത്ത് ചേർത്തു. അതായത് പ്രലോഭിപ്പിച്ച് എൻ്റെ ശരീരം തരാം, നീ വരൂ എന്ന് പറഞ്ഞ് കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി വിഷം നേരത്തെ മേടിച്ച് വെച്ച് ഇവനെ അങ്ങോട്ട് വിളിച്ചതിനെ തട്ടിക്കൊണ്ടുപോകലായിട്ട് പോലീസ് ന്യായീകരിച്ചു. ഇത് ആ ഒരു വാദത്തിന്റെ പുറത്ത് അതിനാണ് 10 വർഷം തടവ് കൊടുത്തത്. ഇത് അങ്ങനെയാണ് അവൾ തമിഴ്നാട്ടിൽ പോയെന്ന് പറയുമ്പോൾ പിന്നെ കേരളത്തിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് മാത്രമല്ല, മരിച്ചതും കേരളത്തിൽ വെച്ചല്ലേ എന്ന് മാത്രമല്ല, ഈ കേസിൻ്റെ ശിക്ഷയ്ക്ക് ശേഷം ആയിരുന്നു, ഇപ്പം ശിക്ഷിച്ചു കഴിഞ്ഞു, ശിക്ഷിച്ചതിന് ശേഷം അപ്പീലിലായിരുന്നു ഈ ജൂറിസ്ഡിക്ഷൻ വാദം ഉന്നയിച്ചെങ്കിൽ ചിലപ്പം ക്ലിക്കായി പോയതിന്. അതിനു മുമ്പ്, അതായത് ഇവൾ സുപ്രീം കോടതി പോയി ഈ ജൂറിസ്ഡിക്ഷൻ വാദം ഉന്നയിച്ചാണ്, അതെല്ലാം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞാൽ ഈ വാദം തന്നെ നിലക്കില്ല. അതുകൊണ്ട് അവൾ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെ ഉറപ്പായി. എന്തായാലും
നമ്മളിത് പറഞ്ഞു വെക്കുന്നില്ല. ഇതിനകത്ത് പോലീസിൻ്റെ വിദ്യയേക്കാൾ പ്രധാനപ്പെട്ടത് പ്രോസിക്യൂഷൻ്റെ ആത്മാർത്ഥത. ഇങ്ങനത്തെ ആത്മാർത്ഥത പ്രോസിക്യൂഷൻ കാണിച്ച എല്ലാ കേസിലും ശിക്ഷിക്കാൻ പറ്റും. പലപ്പോഴും സംഭവിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ. ഇത് CPM-കാരെ പിടിച്ച് പ്രോസിക്യൂട്ടർ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ 48 സാഹചര്യ തെളിവുകൾ കൊണ്ട് ഇതെല്ലാം കണക്ട് ചെയ്യിപ്പിച്ച് ചെയിനായിട്ട് കോർക്കാൻ പറ്റും. ഇതാണ് ഒരു നേട്ടം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഇപ്പം കിട്ടുന്നതാണ് ഇവളുടെ ശിക്ഷ. ഈ 5-6 കൊല്ലം അവർക്ക് 6 വർഷം മിനിമം അകത്ത് കിടക്കേണ്ടി വരുന്നതാണ്. ഇവള് പുറത്തിറങ്ങി, ഞാൻ അത്ഭുതത്തോടെ പറയട്ടെ, ഇവൾ അന്ന് ആരോട് പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇവക്ക് ഇപ്പം 24 വയസ്സ് കൂട്ടിയുള്ളൂ. 37-38 വയസ്സായി കഴിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി. അവൾ നല്ല കുട്ടിയാണ്. ഇവള് പുറത്തിറങ്ങിയിട്ട് ഇവള് മദ്രാസിലോ, തമിഴ്നാട്ടുകാരിയാണല്ലോ ബേസിക്കലി, മദ്രാസിലോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി കൊണ്ടതാണ് കേട്ടത്. മദ്രാസിലോ കോയമ്പത്തൂരിലോ എവിടെയെങ്കിലും അവള് പോയി, കൊച്ചു പെണ്ണാണ്, അവൾ പോയി സുഖമായിട്ട് ജോലിയും ചെയ്ത് അവിടെ ഒരു ചെറുക്കനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ച ആരും അറിയില്ല. എത്രയോ ആളുകൾ, കൊലക്കേസിലെ പ്രതികൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഇടയ്ക്ക് നമ്മൾ പല വാർത്തകളും കൊടുത്തിരുന്നു. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന മറ്റേ പട്ടാളക്കാരൻ അയാളെ കാമുകിയെ ഇരട്ട കുഞ്ഞുങ്ങളെയൊക്കെ തറത്ത് വന്നിട്ട് അഞ്ചൽ കേസിൽ അതിന്റെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചില്ലേ? അവരെങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? അവർ പ്രതികളായതുകൊണ്ടാണ്. അപ്പൊ ഇത് ശിക്ഷാകാലാവധിക്ക് ശേഷം ഇവൾ അവിടെ പോയി താമസിച്ചാൽ ലോകത്താരും അറിയില്ല. ഇവളുടെ പേരങ്ങ് മാറ്റണം. വേണമെങ്കിൽ ഇവൾക്ക് കൊടുത്ത് പേര് മാറ്റി, ഗ്രീഷ്മ എന്നുള്ളത് വേറെ എന്തെങ്കിലും പേര് മാറ്റി, മദ്രാസിൽ പുതിയ അഡ്രസ്സ് കൊടുത്ത് പുതിയൊരു ആധാർ കാർഡും എടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ പെണ്ണായിട്ട് അവൾക്ക് ജീവിക്കാം, അവൾക്ക് കല്യാണം കഴിക്കാം, അവൾക്ക് പ്രസവിക്കുകയും ചെയ്യാം. 38 വയസ്സേ ഉള്ളൂ, സമയമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവളൊരു പ്രസവിച്ച് കുഞ്ഞുമൊക്കെ ആയി സുഖമായി ജീവിക്കുന്ന കാലം ആരെങ്കിലും ഒരാൾ, അവളുടെ ഭർത്താവ്, അവളുടെ കൊച്ചിൻ്റെ അപ്പൻ, ഇതൊന്നും ഒരിക്കലും ഇങ്ങനൊരു പാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അറിയാനും പോകുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. അതിന് സമയമായിട്ടില്ല. പക്ഷേ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയുമില്ല. പ്രോസിക്യൂഷനെ പ്രധാനമായും ഇത്തരം പ്രോസിക്യൂട്ടർമാരുണ്ടെങ്കിൽ എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. നന്ദി, നമസ്കാരം.